Hi dear students, myself Nimi Raju. Here we are going to discuss the last topic from the last module, that is web mining. We already discussed about the topics like Burt's algorithm under hierarchy clustering method, then DP-scan optics algorithm under density based clustering, then graph mining, text mining, link mining, social network analysis. Last topic is web content mining. Important topic. So, in the web mining, we know that data mining means extracting or mining of data from the data storage. So likewise, web mining means it's the mining of the data from the world wide web. വേൾഡ് വൈഡ് വെബിൽ നിന്ന് നമ്മൾ ഡേറ്റേനെ മൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെബ് മൈനിങ് എന്ന് പറയുന്നത്. ഹിയർ വേൾഡ് വൈഡ് വെബിലെ ഡേറ്റേനെ നമ്മൾ വെബ് ഡേറ്റ എന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ ദ വെബ് ഡേറ്റ, അത് വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് അണ്ടർ വെബ് ഡേറ്റ. വെബ് ഡേറ്റ മീൻസ് എന്തൊക്കെ അതിനകത്ത് വരും. വെബ് ഡാറ്റ മീൻസ് ദ ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് ആക്ച്വൽ വെബ് പേജസ്. ദാറ്റ് മീൻസ് നമ്മൾ യൂഷ്വലി ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു ഗൂഗിളിൽ, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ, വേറെ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്ത് നമ്മൾ നെറ്റിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റ് നമ്മൾ എടുക്കുന്നു, എന്തൊക്കെ കണ്ടൻറ്റ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നു, അതാണ് കണ്ടൻറ്റ് ഓഫ് ദ ആക്ച്വൽ വെബ് പേജസ്. ദെൻ ഇൻട്രാ പേജ് സ്ട്രക്ചർ, ഒരു പേജിൻ്റെ സ്ട്രക്ചർ. വെബ് പേജിൻ്റെ സ്ട്രക്ചർ മീൻസ് ദ കോഡ് യൂസ്ഡ് ടു ഡിസൈൻ ദാറ്റ് കോഡ്. XML അല്ലെങ്കിൽ HTML കോഡ് ദാറ്റ് വി ആർ യൂസ്ഡ് ടു ഡെവലപ്പ് ദാറ്റ് പേജ്. ദെൻ ഇൻ്റർ പേജ് സ്ട്രക്ചർ. ഇൻ്റർ പേജ് സ്ട്രക്ചർ മീൻസ് രണ്ട് പേജസിനിടയ്ക്കുള്ള ലിങ്കേജ് സ്ട്രക്ചർ, രണ്ട് പേജസിനിടയ്ക്കുള്ള ഹൈപ്പർ ലിങ്ക് ഡീറ്റെയിൽസ്. ദെൻ യൂസേജ് ഡേറ്റ. യൂസേജ് ഡേറ്റ മീൻസ് നമ്മളിപ്പോൾ ഒരു പേജ് എങ്ങനെ ആക്സസ് ചെയ്യുന്നു, യൂസർ എങ്ങനെ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എത്ര ടൈം ആക്സസ് ചെയ്യുന്നു, അതിൻ്റെ ഹിസ്റ്ററി, ലോഗ് ഡീറ്റെയിൽസ് ഒക്കെയാണ് യൂസേജ് ഡേറ്റയ്ക്കകത്ത് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ വെബ് പേജസ് ആർ ആക്സസ്ഡ് ബൈ ദ വിസിറ്റേഴ്സ്. ലാസ്റ്റ് ഈസ് യൂസർ പ്രൊഫൈൽസ്. യൂസർ പ്രൊഫൈൽ മീൻസ് ഏതൊക്കെ യൂസേഴ്സാണ് ആക്സസ് ചെയ്യുന്നത്, അവരുടെ ഡെമോഗ്രാഫിക് ആൻഡ് രജിസ്ട്രേഷൻ ഇൻഫോർമേഷൻ ദാറ്റ് വി ഒബ്റ്റെയിൻഡ് ഫ്രം ദ യൂസേഴ്സ്. യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തായിരിക്കും അതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വെബ് ഡേറ്റാസ് ആൻഡ് ദീസ് വെബ് ഡേറ്റ മൈനിങ് ഈസ് എ പ്രോസസ് വെബ് മൈനിങ്. ഈ വെബ് ഡേറ്റേനെ എല്ലാം അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും വെബ് മൈനിങ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടാസ്ക് അണ്ടർ വെബ് മൈനിങ്. വെബ് മൈനിങ്ങിന് നമ്മൾ മെയിൻലി 3 ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വെബ് കണ്ടൻറ്റ് മൈനിങ്, വെബ് സ്ട്രക്ചർ മൈനിങ്, വെബ് യൂസേജ് മൈനിങ്. വെബ് കണ്ടൻറ്റ് മൈനിങ് മീൻസ് വെബ് പേജസിലെ കണ്ടൻറ്റ് മൈനിങ് ചെയ്യുക. ദെൻ ദീസ് വെബ് കണ്ടൻറ്റ് മൈനിങ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു വെബ് പേജ് മൈനിങ്, വെബ് പേജ് കണ്ടൻറ്റ് മൈനിങ് ആൻഡ് സെർച്ച് റിസൾട്ട് മൈനിങ്. ദ ഫസ്റ്റ് വൺ ഈസ് വെബ് കണ്ടൻറ്റ് മൈനിങ്. Then it is further divided into web page content mining and search result mining. Web page content mining means ജസ്റ്റ് നമ്മൾ ട്രഡീഷണലി ഒരു വെബ് പേജ് സെർച്ച് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റിനെ അനലൈസ് ചെയ്യുക. ദെൻ സെർച്ച് റിസൾട്ട് മൈനിങ് മീൻസ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെർച്ചിലൊരു കീവേഡ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലിങ്ക്സ് അല്ലെങ്കിൽ പേജസ് കിട്ടും ഇല്ലേ. ആ പേജസ് നമ്മൾ ഫർദർ സെർച്ച് ചെയ്യുന്നു, സെർച്ച് ചെയ്ത് റിസൾട്ടിനെ വീണ്ടും സെർച്ച് ചെയ്യുന്നു, അതിനാണ് നമ്മൾ സെർച്ച് റിസൾട്ട് മൈനിങ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് വെബ് കണ്ടൻറ്റ് മൈനിങ്. ഇറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു വെബ് പേജ് കണ്ടൻറ്റ് മൈനിങ് ആൻഡ് സെർച്ച് റിസൾട്ട് മൈനിങ്. നെക്സ്റ്റ് ഈസ് വെബ് സ്ട്രക്ചർ മൈനിങ്. വെബ് സ്ട്രക്ചർ മൈനിങ് മീൻസ് ആക്ച്വലി ഒരു വെബ് പേജിൻ്റെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ വെബ് പേജ് ഹൈലി റിലവൻറ്റ് പേജ് ആണോ, ആ വെബ് പേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിനകത്തുള്ള കണ്ടൻറ്റ്സ് എല്ലാം അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ദെൻ വെബ് യൂസേജ് മൈനിങ് മീൻസ് യൂസേജ് ഡേറ്റേനെ മൈൻ ചെയ്യുക. വെബ് യൂസേജ് മൈനിങ് മീൻസ് ആക്ച്വലി അതിൻ്റെ യൂസേഴ്സിൻ്റെ ഹിസ്റ്ററി, യൂസർ ആക്സസ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ലോഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെബ് യൂസേജ് മൈനിങ്ങിനകത്ത് വരുന്നത്. വെബ് യൂസേജ് മൈനിങ്ങിൽ തന്നെ 2 ടൈപ്സ് വരുന്നുണ്ട്. ജനറൽ ആക്സസ് പാറ്റേൺ ട്രാക്കിംഗ് ആൻഡ് കസ്റ്റമൈസ്ഡ് യൂസേജ് ട്രാക്കിംഗ്. ജനറൽ ആക്സസ് പാറ്റേൺ ട്രാക്കിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു പേജസ് ജനറലായിട്ട് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് യൂസേഴ്സിന് മാത്രമായിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ജനറൽ ആക്സസിൻ്റെ ട്രാക്കിങ്ങും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ സ്പെസിഫിക് യൂസേജിൻ്റെ ട്രാക്കിങ്ങും അതിനകത്ത് വരുന്നുണ്ട്. സോ വെബ് മൈനിങ് കൺസിസ്റ്റിംഗ് ഓഫ് 3 മെയിൻ ടാസ്ക്: വെബ് കണ്ടൻറ്റ് മൈനിങ്, വെബ് സ്ട്രക്ചർ മൈനിങ്, വെബ് യൂസേജ് മൈനിങ്. വെബ് കണ്ടൻറ്റ് മൈനിങ് 2 ടൈപ്സ് ഉണ്ട്. വെബ് പേജ് കണ്ടൻറ്റ് മൈനിങ് ജസ്റ്റ് വെബ് പേജസിൽ കണ്ടൻറ്റ് മാത്രം അനലൈസ് ചെയ്യുന്നതുകൊണ്ട്, ഇനി സെർച്ച് റിസൾട്ടിനെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഒരു വെബ് പേജിൻ്റെ ഓർഗനൈസേഷൻ, ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, അതിൻ്റെ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നതാണ് വെബ് സ്ട്രക്ചർ മൈനിങ്. ദെൻ വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുമ്പോൾ യൂസേജ് ഡേറ്റ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് തന്നെ ജനറലും ഉണ്ട്, സ്പെസിഫൈഡും ഉണ്ട്. ഈ പറഞ്ഞ ടാക്സോണമിയുടെ ഡീറ്റെയിൽസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. വെബ് കണ്ടൻറ്റ് മൈനിങ് എക്സാമിൻസ് ദ കണ്ടൻറ്റ് ഓഫ് ദ വെബ് പേജസ് ആസ് വെൽ ആസ് ദ റിസൾട്ട് ഓഫ് ദ വെബ് സെർച്ചിങ്. It is further divided into web page content mining and search result mining. The first one is traditional searching of the web pages by content, and the second one is the further search of the
പേജസ് ഫൗണ്ട് ഫ്രം എ പ്രീവിയസ് സെർച്ച്. ആദ്യം നമ്മളൊന്ന് സെർച്ച് ചെയ്യും, അതിനകത്ത് നിന്ന് കിട്ടുന്നത് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ വെബ് സ്ട്രക്ചർ മൈനിങ് മീൻസ് വി ആർ obtaining the information from the actual organization of the pages on the web. Then web usage mining looks at the logs of the web access. ഇനി ഇത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് വെബ് കണ്ടന്റ് മൈനിങ്. വെബ് കണ്ടന്റ് മൈനിങ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ടെക്നിക്സ് ടു സെർച്ച് ഇൻ ട്രെൻഡ്സ്. അതിനകത്ത് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഒരു പേജിലെ കോണ്ടന്റിനെ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ സെർച്ച് റിലേറ്റഡിനെ ഫർദർ സെർച്ചിങ് നടത്താനും. ഈ വെബ് മൈനിങ്ങിൽ തന്നെ 2 അപ്രോച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഏജൻറ്റ് ബേസ്ഡ് അപ്രോച്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡേറ്റാ ബേസ്ഡ് അപ്രോച്ച്. ഏജൻറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മൈനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡേറ്റാബേസ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വെബ് ഡേറ്റേനെ നമ്മളൊരു ഡേറ്റാ ബേസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഡേറ്റാ ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആയിരിക്കും വെബ് ഡേറ്റയിൽ നിന്ന് ഡേറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ 2 അപ്രോച്ചസ് ഉണ്ട്. ഏജൻറ്റ് ബേസ്ഡ് അപ്രോച്ച് മീൻസ് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും വെബ് ഡേറ്റേനെ എന്ത് ചെയ്യുന്നത്, മൈൻ ചെയ്യുന്നത്. ഡേറ്റാബേസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ് ഡേറ്റ തന്നെ ഒരു ഡേറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യും. ദെൻ നോർമൽ ഡേറ്റാബേസ് ഓപ്പറേഷൻസ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വെബ് ഡേറ്റ HTML കോഡ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ വെബ് പേജ് നമ്മുടെ HTML കോഡ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതൊരു സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. മീൻസ് ഫുള്ളി സ്ട്രക്ചേർഡും ആയിരിക്കത്തില്ല, അൺസ്ട്രക്ചേർഡും ആയിരിക്കത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ കവറിങ് ഈസ് ടു ഡിഫിക്കൽട്ട്. സോ ആ കേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ HTML കോഡിനെ നമ്മൾ XML കോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, mining process ചെയ്യുന്നത്. So the problem associated with the retrieval of data from the web documents is that web pages created using the HTML are only semi-structured, thus making querying more difficult. Then HTML can be replaced by XML, which will provide structured documents and it facilitates easier mining. Then next എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വെബ് ക്രോളിംഗ് ഓർ ക്രോളേഴ്സ്? വെബ് ക്രോളിംഗ് or crawlers or robot or spider, ഇങ്ങനെ പല നെയിംസ് ഉണ്ട്. It is a program that traverses the hypertext structure in the web. It is a program that traverses through the hypertext structure in the web. അതായത് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒരു കീവേഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറേ ലിങ്ക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിഷ്യലി നമ്മളൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും വെബിൽ പോയി ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു കീവേഡ് കൊടുത്താൽ ആ കീവേഡിന് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു 4 വീലർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ 4 വീലർ എന്ന് പറയുന്ന ആ ഒരു കീവേഡിനെ ബേസ് ചെയ്തിട്ട് ഇനിഷ്യലി കുറേ ലിങ്ക്സ് കിട്ടും, അല്ലെങ്കിൽ കുറേ പേജസിലോട്ടുള്ള ലിങ്ക് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ സീഡ് URL ഡോക്യുമെൻറ്റ്സ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 പേജസിൻ്റെ ലിങ്ക് കിട്ടി. ആ 100 പേജസിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ ആ 100 പേജിനൊരു ഇൻഡെക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. അതിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഓരോ പേജിലോട്ടുള്ള ഈ 100 പേജസിലോട്ടുള്ള ഇൻഡെക്സും സെറ്റ് ചെയ്യണം. ഇനി ഈ പറഞ്ഞ 100 പേജസിനകത്ത് എന്തായിരിക്കും ആ ലിങ്ക് വഴി, ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ 100 പേജസിൻ്റെ ഇൻഫോർമേഷൻസ് അതിൻ്റെ ലിങ്ക്സും അതുപോലെ അതെല്ലാം ഇൻഡെക്സ് സെറ്റ് ചെയ്ത് സേവ് ചെയ്യുമെന്ന് പറയും. ഈ പറഞ്ഞ 100 പേജസിലോട്ട് നമ്മൾ ലിങ്ക് വഴി പോകും. ദെൻ ആ ഓരോ പേജസിനകത്തോട്ടും കയറി അതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ വേറെ കുറേ പേജസിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഓരോ പേജസിലോട്ട് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ പേജസിനകത്തുള്ള ഇൻഫോർമേഷൻസും ആ പേജസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനുള്ള ലിങ്ക്സും എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നു. ദെൻ എന്തായിരിക്കും ഓരോ തവണ ഇങ്ങനെ ഫർദർ സെർച്ചിങ് നടത്തുമ്പോഴും ഈ പറഞ്ഞ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നു, ലിങ്ക്സ് സ്റ്റോർ ചെയ്യുന്നു. ആ സമയത്തെല്ലാം അതിൻ്റെ ഇൻഡെക്സും കൂടെ നമ്മൾ ചിലപ്പോൾ റീസെറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം നമുക്കൊരു 100 പേജസ് കിട്ടി, ചിലപ്പോൾ എന്തായിരിക്കും ആ ഓരോ 100 പേജസിന് വീണ്ടും 100 പേജസ് കിട്ടും. അപ്പോൾ ഈ ഓരോ പേജസിന് കിട്ടുന്ന ലിങ്ക്, അതിലോട്ട് മൂവ് ചെയ്യാനുള്ള ലിങ്ക്, ഇൻഫോർമേഷൻസ് ആൻഡ് ഓൾസോ ഇൻഡെക്സ് എല്ലാം അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇൻഡെക്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പല രീതിയിൽ ഇൻഡെക്സ് സെറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോളേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ക്രോളർ മീൻസ് ഇറ്റ്സ് എ പ്രോഗ്രാം that travels through the hypertext structure in the web. The page or the set of pages that the crawler starts with are known as seed URLs, ആദ്യത്തെ പേജസ്. By starting at one page, all the links from it are recorded and saved in a queue. നമ്മളൊരു പേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ പേജിൻ്റെ ലിങ്ക്, ആ പേജിനകത്തുള്ള ലിങ്ക്സ് എല്ലാം നമ്മൾ സേവ് ചെയ്യും. These new pages are in turn searched and their links also get saved. As the robots or the crawler searches the web, they may collect all the information about each page, such as extract keywords and stored in indices for the users of the associated search engines. അപ്പോൾ പേജസിനുള്ള ഇൻഫോർമേഷൻസ് എല്ലാം സേവ് ചെയ്യും, അതിനകത്തുള്ള ലിങ്ക്സ് എല്ലാം സേവ് ചെയ്യും, നമ്മൾ അതിനെ ബേസ് ചെയ്തൊരു ഇൻഡെക്സും കൂടെ സെറ്റ് ചെയ്യും. So different types of crawler: traditional crawler,
periodic crawler, incremental crawler, focused crawler. Traditional crawler means it visits the entire web and replaces the index. അതായത് ഓരോ തവണയും entire web ഇത് സെർച്ച് ചെയ്തിട്ട് ഇൻഡെക്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Then periodic crawler means it visits only the portions of the web and updates subset of index. ഒരു വെബിനകത്തുള്ള ചില പോർഷൻസ് മാത്രമേ അത് വിസിറ്റ് ചെയ്യത്തുള്ളൂ ആ പ്രോഗ്രാം, അതിനനുസരിച്ച് സബ്സെറ്റ് ഓഫ് ഇൻഡെക്സ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ദെൻ ഇൻക്രിമെൻ്റൽ കോളം മീൻസ് ഇറ്റ് സെലക്റ്റീവ്ലി സെർച്ചസ് ദ വെബ് ആൻഡ് ഇൻക്രിമെൻ്റലി മോഡിഫൈസ് ദ ഇൻഡെക്സ്. ചില പോർഷൻസ് മാത്രം എന്ത് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ലിങ്ക്സ് ആഡ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആയിട്ടായിരിക്കും ഇൻഡെക്സ് ഇതിനകത്ത് മോഡിഫൈ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഫോക്കസ്ഡ് കോളർ. ഫോക്കസ്ഡ് കോളർ മീൻസ് ഹിയർ ഇറ്റ് വിസിറ്റ്സ് ഓൺലി ദ പേജസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ ഇറ്റ് ഓൺലി ഫോക്കസ്ഡ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയ. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പേജസിലോട്ട് മാത്രമേ ഇത് ഫോക്കസ് ചെയ്യത്തുള്ളൂ. സോ ട്രഡീഷണൽ ക്ലോറ മീൻസ് എൻ്റെ പേജ് വിസിറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഇൻഡെക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻഡെക്സ് റീപ്ലേസ്മെൻറ്റൊക്കെ ഇത് സ്കോർ ബേസ് ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ദെൻ പീരിയോഡിക് ക്രോളർ മീൻസ് പീരിയോഡിക് ക്രോളറിൻ്റെ കേസിൽ ഒരു വെബിനകത്തുള്ള പോർഷൻസ്, സെലക്റ്റീവായിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ചില പോർഷൻസ് റാൻഡമായിട്ട് വിസിറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് എല്ലാം എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഇൻക്രിമെൻ്റൽ ക്രോളർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചില പോർഷൻസ് സെലക്ട് ചെയ്തിട്ടായിരിക്കും സെർച്ച് ചെയ്യും, ദെൻ ഇൻക്രിമെൻ്റ് ആയിട്ടായിരിക്കും ഇൻഡെക്സ് മോഡിഫൈ ചെയ്യുന്നത്. ദെൻ ഫോക്കസ്ഡ് ക്രോളർ മീൻസ് ഇറ്റ് വിസിറ്റ് പേജസ് ഓൺലി റിലേറ്റഡ് ടു ദ പർട്ടിക്കുലർ സബ്ജക്റ്റ്. പർട്ടിക്കുലർ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന പേജസ് മാത്രമേ ഇതിനകത്ത് വിസിറ്റ് ചെയ്യത്തുള്ളൂ. ദെൻ ഈ ഫോക്കസ്ഡ് ക്രോളർ കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണൻറ്റ്സ്. ഫോക്കസ്ഡ് ക്രോളറിനകത്ത് 3 കമ്പോണൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് ക്ലാസിഫയർ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്റ്റിലർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്രോളർ. അപ്പോൾ ഇവിടെ ഹൈപ്പർ ടെക്സ്റ്റ് ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുക്കുന്ന ക്രോൾ ടോപ്പിക് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ പേജസ് ഇനിഷ്യലി കിട്ടും. ആ പേജസിനെയെല്ലാം നമ്മളൊരു റിലവൻറ്റ് സ്കോർ, ദാറ്റ് മീൻസ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തൊരു സ്കോർ അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് ഡിസ്റ്റിലർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഹബ് പേജസ്. ഹബ് പേജസ് മീൻസ് നമുക്കിപ്പോൾ ഒരു പേജ് കിട്ടി, ആ പേജിൽ നിന്ന് വേറെ കുറേ പേജസിലോട്ട് ലിങ്ക് കാണും. അങ്ങനെയുള്ള പേജിനെയാണ് നമ്മൾ ഹബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേജിൽ നിന്ന് ഇൻഫോർമേഷൻസ് നമുക്ക് നീഡഡ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ വേറെ കുറേ പേജിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് കൂടുതൽ ഫൗണ്ട് ചെയ്യുന്ന ഈ ഓരോ ഗോ ചെയ്യുന്ന പേജസിലോട്ടായിരിക്കും. സോ ഹബ് പേജസിലൂടെ മാത്രമേ നമുക്ക് ഈ പേജസിലോട്ട് പോകും. ഹബ് പേജസിന് ഈ പേജസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കുറവാണ്, പക്ഷേ നമുക്ക് ഹബ് പേജ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹബിലൂടെ മാത്രമേ അതർ ലിങ്ക്സിലോട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ hub pages identifier. Then next is crawler visits the pages based on the crawler and distiller scores-നെ അതുപോലെ തന്നെ പേജസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്രോളർ പേജിനെ വിസിറ്റ് ചെയ്യാം. സോ ഫോക്കസ്ഡ് ക്രോളറിനകത്ത് ഒരു ക്രോളർ കാണും, ആ ക്രോളർ പേജ് വിസിറ്റ് ചെയ്യും. പേജ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തിനെ ബേസ് ചെയ്താണ് പേജ് വിസിറ്റ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസിഫയർ ഓരോ പേജിനും ഒരു സ്കോർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ ഹൈ സ്കോറുള്ള പേജസിലോട്ടായിരിക്കും കൂടുതൽ വിസിറ്റിംഗ് നടത്തുന്നത്. ദെൻ ഇവിടെ ഡിസ്റ്റിലർ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ഐഡൻറ്റിഫൈങ് ദ ഹബ് പേജ്. ആ ഹബ് പേജ് എന്ന് പറയുന്നത് ഹബ് പേജിൽ നിന്ന് കുറേ ലിങ്ക്സ് കാണും. അപ്പോൾ അതായത് നമുക്കൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഹബ് പേജ് കാണും, ആ ഹബ് പേജിനകത്തുനിന്ന് കുറേ ലിങ്ക്സ് കാണും, അതിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഈ 3 കമ്പോണൻറ്റ്സ് ആണ് ഫോക്കസ്ഡ് ക്രോളറിനകത്തുള്ളത്. ദെൻ റെഗുലർ ക്രോളിംഗ് ആൻഡ് ഫോക്കസ്ഡ് ക്രോളിങ്ങിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. റെഗുലർ ക്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വെബ് നമ്മൾ സെർച്ച് ചെയ്യും. ഫോക്കസ്ഡ് ക്രോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കാണാം, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ് പേജസ് മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്തുള്ളൂ. നെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളറിൻ്റെ ഒരു വേരിയൻഷനാണ് കോണ്ടെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളർ. കോണ്ടെക്സ്റ്റ് ഫോക്കസ്ഡ് ക്രോളർ മീൻസ് വി ആർ ക്രിയേറ്റിംഗ് എ കോണ്ടെക്സ്റ്റ് ഗ്രാഫ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യമേ ഒരു കീവേഡ് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ URLs കിട്ടും, അതിൻ്റെ സീഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ സീഡ് ഡോക്യുമെൻറ്റിന് നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഗ്രാഫിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സീഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതായത് നമുക്ക് ആദ്യമേ ഒരു കീവേഡ് കൊടുക്കുമ്പോൾ ഒരു 5 സീഡ് ഡോക്യുമെൻറ്റ് ഇനിഷ്യൽ പേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ 5 ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും, ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഗ്രാഫിൻ്റെ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് എന്ന് പറയുന്ന സീഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും. ദെൻ അതിനകത്ത് നിന്ന് ലിങ്ക് വരുന്നത്, അതായത് ഈ പേജിനകത്തൊരു 3 ലിങ്ക്സ് ഉണ്ടെങ്കിൽ ആ 3 പേജും ആയിരിക്കും നെക്സ്റ്റ് ലെവലിൽ വരുന്നത്. ഇനി ഈ പേജിൽ നിന്ന് ഏതൊക്കെ ഇപ്പോൾ 2 പേജസിലോട്ട് ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് വരുന്നത്. സോ ദ കോണ്ടെക്സ്റ്റ് ഗ്രാഫ് ക്രിയേറ്റഡ് ഫോർ ഈച്ച് സീഡ് ഡോക്യുമെൻറ്റ് ആൻഡ് ദ റൂട്ട് ഈസ് ദ സീഡ് ഡോക്യുമെൻറ്റ്. നോട്ട്സ് അറ്റ് ഈച്ച് ലെവൽ ഷോ ഡോക്യുമെൻറ്റ്സ് വിത്ത് ലിങ്ക്സ് ടു ദ ഡോക്യുമെൻറ്റ്സ് അറ്റ് ദ നെക്സ്റ്റ് ഹൈ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് ഡ്യൂറിങ് ക്രോൾ ഇറ്റ് സെൽഫ്. ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ക്രോളിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വെബ് കണ്ടൻറ് മൈനിങ്ങിനകത്ത് കുറേ ടെക്നിക്സ് ഉണ്ട്. വെബ് ഡേറ്റേനെ
വെബ് കണ്ടൻസിനെ സെർച്ച് ചെയ്യാൻ, അതുപോലെ തന്നെ സെർച്ച് റിസൾട്ടിനെ ഫർദർ സെർച്ച് ചെയ്യാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ പറഞ്ഞ വെബ് ക്രോളിംഗ് എന്ന് പറയുന്നത്. വെബ് ക്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു പേജിൽ നമ്മൾ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി കുറേ പേജസ് കിട്ടും. അതിനകത്തുള്ള ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യും. അതിനകത്ത് കുറേ ലിങ്ക്സ് കാണാം. ആ ലിങ്ക്സ് വഴി നമ്മൾ വേറെ കുറേ പേജസിലോട്ട് പോകും. ആ പോകുന്ന പേജസിൽ നിന്നും പിന്നെയും വേറെ കുറേ പേജസിലോട്ട് പോകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ട്രാവേഴ്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ പേജ് എത്തുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ലിങ്ക്സും എല്ലാം നമ്മൾ സേവ് ചെയ്ത് ഇൻഡെക്സും സെറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് സെറ്റ് ചെയ്തത് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് ക്രോളേഴ്സ് വരുന്നത്. Okay, the next is hardware system. Hardware system means it is just consists of a set of tools which facilitate the gathering of informations from the diverse sources. Different sources എന്നുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടൂൾസ്. അതായത് ഈ ക്രോളർ പ്രോഗ്രാമിനകത്ത് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടൂളാണ് ഹാർഡ്വെയർ സിസ്റ്റം. ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഈസ് വെർച്വൽ വെബ് വ്യൂ. വെർച്വൽ വെബ് വ്യൂ മീൻസ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് പറഞ്ഞു. വെബ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ലെയർ ഡേറ്റാബേസ് പോലെ മൾട്ടി ലെയർ ഡേറ്റാബേസ് വേണം. അതിനാണ് MLDB എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ലെയേർഡ് ഡേറ്റാബേസ്. അതായത് വെബ് ഡേറ്റേനെ നമ്മൾ മൾട്ടിപ്പിൾ ലെയർ ഡേറ്റാബേസ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഡേറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ MLDB പ്രൊവൈഡ് ചെയ്യുന്ന ആ വ്യൂവിനെയാണ് നമ്മൾ വെർച്വൽ വെബ് വ്യൂ എന്ന് പറയുന്നത്. സോ ടു ഹാൻഡിൽ ദ ലാർജ് എമൗണ്ട് ഓഫ് അൺസ്ട്രക്ചർഡ് ഡേറ്റ ഓൺ ദ വെബ് വി ഹാവ് ടു ക്രിയേറ്റ് എ മൾട്ടിപ്പിൾ ലെയർഡ് ഡേറ്റാബേസ് നോൺ ആസ് MLDB. Each layer of this database is more generalized than the layer beneath it, and the MLDB provides an abstracted and condensed view of the portion of the web. And here the view of the MLDB is known as virtual web view. അപ്പോൾ ഈ MLDBയിൽ നിന്ന് ഡേറ്റാനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ MLDB എന്ന് പറഞ്ഞ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കുറേ ലാംഗ്വേജാണ് WebML. നെക്സ്റ്റ് ഈസ് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ മീൻസ് നമ്മുടെ വെബ് കണ്ടൻറ് മൈനിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് പേഴ്സണലൈസേഷൻ. ഓക്കെ, പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഫേസ്ബുക്കിലൊക്കെ നമുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് പ്ലേസിൽ കയറിയപ്പോൾ ഒരാൾ ഇപ്പോൾ നിങ്ങൾ ടീഷർട്ട് അല്ലെങ്കിൽ സാരി നോക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം സാരി കളക്ഷനുള്ള ഏതെങ്കിലും ഒരു വെബ് പേജ് നമ്മൾ ഫേസ്ബുക്കിലൂടെ കയറി നോക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാര്യം നോക്കിയില്ലെങ്കിൽ കൂടി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊരു പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും പേജ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ആഡ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഐറ്റംസ് ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന പേജസ് നമ്മുടെ ഇങ്ങനെ ആഡ് പോലെ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൻ്റെ ഒരു യൂസേജ് പാറ്റേണൊക്കെ നോക്കിയിട്ട് അയാളുടെ ഡിസൈറിനെ ഫിറ്റ് ചെയ്യുന്ന കുറേ കണ്ടൻസിനെ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ അത് മാത്രം ആക്സസ് ചെയ്യുക. ദാറ്റ് മീൻസ് അഡ്വർടൈസ്മെൻറ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ വെബ് കണ്ടൻറ് മൈനിങ്. Here the web accessing or the contents tuned to better fit the desires of each user. ഓരോ യൂസറിൻ്റെയും ഡിസൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഒരു ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കണ്ടൻറ്റ്സ് വരുന്നത്. ഹിയർ മെയിൻലി പേഴ്സണലൈസേഷൻ മീൻസ് അഡ്വർടൈസ്മെൻറ്റ്സ് ടു ബി സെൻഡ് ടു ദ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് നോളജ്. ഒരു കസ്റ്റമറിൻ്റെ യൂസേജ് പാറ്റേൺ നോക്കിയിട്ട് അയാൾക്ക് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്. എൻ്റെ മെയിൻ ഗോൾ ഈസ് ടു മേക്ക് ദ കസ്റ്റമർ പർച്ചേസ് സംതിങ്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് കസ്റ്റമർ പർച്ചേസിങ് തന്നെയാണ്. ഹിയർ 3 ബേസിക് ടൈപ്സ് ഓഫ് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷനിൽ ഈ പറഞ്ഞ ഒരു കണ്ടൻറ്റിന് ഒരു പർട്ടിക്കുലർ യൂസറിന് മാത്രം സെൻഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് വേറൊരാളുടെ ഫേസ്ബുക്ക് കയറുമ്പോൾ വരണമെന്നില്ല. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് യൂസറിന് മാത്രം നമ്മൾ ഈ പറഞ്ഞ ആഡ് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആ പേഴ്സണലൈസേഷൻ 3 ബേസിക് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മാനുവൽ ടെക്നിക്. മാനുവൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ യൂസറിൻ്റെ പ്രൊഫൈലും അയാളുടെ ഡെമോഗ്രാഫിക്സും വെച്ചിട്ടായിരിക്കും ആ യൂസറിൻ്റെ പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു യൂസർ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും അയാൾ എന്തൊക്കെ പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കുന്നത്. നെക്സ്റ്റ് കൊളാബറേറ്റീവ് ഫിൽറ്ററിങ് മീൻസ് നമ്മളിപ്പോൾ ഒരു യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിന് പോലെ സിമിലർ ആയിട്ടുള്ള വേറെ കുറേ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ സിമിലർ യൂസേഴ്സിൻ്റെ പാറ്റേൺ നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് വൺ എ എന്ന് പറഞ്ഞൊരു യൂസർ ആണെങ്കിൽ ആ എയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും അയാൾക്ക്
എന്ത് വരുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള പേജസ് വരുന്നത്. ഇനി ചില കേസിൽ സെക്കൻഡ് കൊളാബറേറ്റീവ് ഫിൽറ്ററിങ്ങിൻ്റെ കേസിൽ എ എന്ന് പറഞ്ഞ ഒരാൾ രജിസ്റ്റർ ചെയ്തു, എയുമായിട്ട് സിമിലർ ആയിട്ട് ബി സി ഡി ഉണ്ടെങ്കിൽ ആ ബി സി ഡി യൂസേജ് പാറ്റേൺ നോക്കിയിട്ട് അവർക്ക് വരുന്ന പോലത്തെ അഡ്വർടൈസ്മെൻറ്റ് ആർക്കും വരും, എയ്ക്കും വരും. Then content based filtering, last one is content based filtering means it retrieves the pages based on the similarity between the pages and user profiles. ഇവിടെ യൂസർ പ്രൊഫൈൽ മാത്രമല്ല പേജസിനിടയ്ക്കുള്ള സിമിലാരിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒരാൾക്ക് സ്പെസിഫിക് ആയിട്ട് ചില ആഡ്സ് വരുന്നത്. മനസ്സിലായി? പേഴ്സണലൈസേഷൻ മീൻസ് നത്തിങ്, ഒരാൾക്ക് സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ചില ആഡ്സ് വരും. അങ്ങനെ ആഡ്സ് വരുന്നത് ഫസ്റ്റ് അയാളുടെ ഡീറ്റെയിൽസിന് ചെക്ക് ചെയ്തിട്ടായിരിക്കും, അയാളുടെ യൂസർ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും, അയാളുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ടുമാകും, അല്ലെങ്കിൽ പേജസ് തമ്മിലുള്ള ഡീറ്റെയിൽസും സിമിലാരിറ്റി യൂസർ പ്രൊഫൈൽസും ചെക്ക് ചെയ്തിട്ടുമാകും. സോ 3 ടൈപ്സ് മാനുവൽ ടെക്നിക്സും ഉണ്ട്, കൊളാബറേറ്റീവ് ഫിൽറ്ററിംഗ് ഉണ്ട്, കണ്ടന്റ് ബേസ്ഡ്